ഹലോ, ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പിസ്താഷ്യൽ ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത്രയധികമൊന്നും പിസ്താഷ്യൽ നമുക്ക് വേണ്ട. ഞാനിത് തംബ്നെയിലിൽ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലൊരു സംഭവം വേണം. എന്താ കണ്ടെയ്നറോ ബോക്സോ എന്താ ഇതിന് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വേണ്ട. ഇത് നമ്മൾ പുറത്തുനിന്ന് ബ്രോസ്റ്റൊക്കെ മേടിക്കുമ്പോൾ അതിൽ മയോണൈസൊക്കെ ഇട്ട് വെക്കൂലേ, ഇട്ട് തരൂല, ആ ഒരു സംഭവമാണ്. ഇതിന് പകരം നമുക്ക് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പകുതിയൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട കേട്ടോ, അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രൗൺ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ സ്പോഞ്ച് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അറിയാണ്ട് അങ്ങനെ ബ്രഷ് എടുത്തു പോയി. പിന്നെ ആ പെയിൻറ്റ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ബ്രഷ് കൊണ്ട് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ആ ഒരു വരകളൊക്കെ അങ്ങനെ കാണും. അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ആ ഒരു വരകളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പിസ്തയുടെ തോടുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈർക്കിളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളടുത്ത് എത്രത്തോളം പിസ്തയുടെ തോടുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എത്ര വേണം എന്നുള്ളൊരു കണക്കൊന്നുമില്ല. അപ്പോൾ അത് രണ്ടും സെറ്റാണ്. ഇനി നമുക്ക് ഒരു പിസ്തയുടെ തോട് എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈർക്കിളിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്നും കൂടെ സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു വശത്തും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു തോടെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഭാഗവും അങ്ങനെ ഒരു ഗ്യാപ്പ് കാണുമല്ലോ, അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പിസ്തത്തോട് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡിലും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് താഴെ ഭാഗം ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്നും കൂടെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതേ ഞാൻ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് എത്രത്തോളം തോടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അക്രിലിക് പെയിൻറ്റ് തന്നെ. അപ്പോൾ ഞാൻ 6 ഫ്ലവറും വേറെ വേറെ കളറായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ കളറ് കൊടുക്കുക. അപ്പോൾ ഞാനൊന്നും കൂടെ ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ട് പല കളറ് കൊടുക്കാമെന്നുള്ളൂ. ഒന്ന് പിങ്ക് കൊടുത്തു, ഒന്നിതേ റെഡ്, അങ്ങനെ യെല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കളറ്. ഫ്ലവറിന് എന്തൊക്കെയാണ് നമ്മൾ കളറ് കൊടുക്കാറുള്ളത് ഒരു കളറൊക്കെ കൊടുക്കുക കേട്ടോ, നമ്മളെടുത്തുള്ള കളറ് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സംഭവം നമ്മൾ ഒരു ചെടിച്ചട്ടി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തെർമോക്കോളാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് കുറച്ച് വെയിറ്റ് ഉള്ളത് അത് വെച്ച് കൊടുത്താലും മതി. കളർ കല്ലുകളാവുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാനായിട്ട്, അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 റൗണ്ട് ഷേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എന്താ പറയുക, ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വരകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ സ്പോഞ്ച് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഭംഗി കിട്ടും. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തെർമോക്കോൾ വെച്ച ആ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളറ് കൊടുക്കാം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ലീഫുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് ഇവിടെ കുറച്ച് നീളത്തിലുള്ള ലീഫുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഫോം ഷീറ്റാണ് കേട്ടോ. നമുക്ക് A4 ഷീറ്റ് ഗ്രീൻ കളർ കിട്ടിയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്കതിന് ഗ്രീൻ പെയിൻറ്റ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ നീളത്തിലൊരു ലീഫ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ ഇതുപോലെ. എന്നിട്ട് ജസ്റ്റ് ആ സെൻറ്റർ ഭാഗമൊന്നും ഇതുപോലെ ഫോൾഡ് ചെയ്താൽ നമുക്കൊരു ലീഫായിട്ട് കിട്ടും. അപ്പോൾ
ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു വര ഉണ്ടാകുമ്പോൾ നമുക്ക് ലീഫിന് കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും വെയിറ്റുള്ളൊരു സാധനം മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം. അപ്പോൾ അതേ നമ്മുടെ ഫ്ലവറും ഇവിടെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ തണ്ടുകൾക്കൊക്കെ ഗ്രീൻ കളർ കൊടുക്കണ്ടേ. ഒന്നെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗ്രീൻ ടാപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ ടാപ്പ് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി പകുതി ഒക്കെ ആകുമ്പോൾ നമുക്ക് ലീഫും വെച്ച് കൊടുത്തതിന് ശേഷം ഗ്രീൻ ടാപ്പ് ഒന്നും കൂടെ ചുറ്റി കൊടുക്കുക കേട്ടോ, ആ ഒരു ലീഫും കൂടെ. അപ്പോൾ ഫുള്ളായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ഫ്ലവറും ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി എടുക്കാം. അപ്പോൾ ചെടിച്ചട്ടി അതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറും ഈ ഒരു തെർമോക്കോൾമ അങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ നിന്നോളും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ഫ്ലവറും കൂടെ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എനിക്കൊന്നും കൂടെ ഉണ്ടായാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിശുക്കത്തരം കാണിക്കരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ ഈ DIY ഐഡിയാസിനോടും ക്രാഫ്റ്റിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്ക് ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.